ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരുടെയും ഒരു പ്രശ്നം, പാൽ എങ്ങനെയൊക്കെ ഉറയൊഴിച്ചെന്ന് പറഞ്ഞാലും കട്ട തൈര് കിട്ടത്തില്ലെന്ന്. എന്നിട്ട് ഞാൻ ഉറയൊഴിച്ചതാണ് കഴിഞ്ഞ. അപ്പം എന്തൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കട്ട തൈര് കിട്ടും നമുക്കൊന്ന് നോക്കിയാലോ. നമ്മളിപ്പോൾ രാത്രി ഒന്ന് ഉറയൊഴിച്ച് കഴിഞ്ഞാൽ രാവിലെ വരെ, ഞാനിത് രാത്രി ഉറയൊഴിച്ച് വെച്ചു, രാവിലെ ആയപ്പോൾ എനിക്ക് കട്ട തൈര് കിട്ടി. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പുളി വേണ്ടാന്നുണ്ടെങ്കിൽ രാവിലെ നമുക്ക് ഉറയൊഴിച്ചിട്ട് ഉച്ചയ്ക്ക് എടുക്കാം, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഉറയൊഴിച്ചിട്ട് വൈകിട്ട് കൊടുക്കാം. അന്നേരം ഒരുപാട് ഗ്യാസും ഒന്നും നമുക്ക്, ചിലവർക്കൊക്കെ തൈരൊക്കെ കഴിക്കാൻ അസിഡിറ്റി ഉണ്ടാകുമല്ലോ, അത് ഒത്തിരി പുളിക്കുമ്പോഴാണ് അസിഡിറ്റി ഉണ്ടാകുന്നത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. എന്നാൽ ഞാൻ ഇത് ഒരു കുപ്പി പാലാണ് കേട്ടോ. ഒരു കുപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓറ് പാല്. ഇത് തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് മേടിക്കുന്ന പാലാണ്. പിന്നെ നമ്മൾ ഒഴിക്കുമ്പോഴത്തേക്ക് പാലിൽ അങ്ങനെ വെള്ളമൊന്നും ഒഴിക്കില്ല. വെള്ളം ഉണ്ടെന്നുണ്ട്, നമുക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് തീ കുറച്ചിട്ട് തിളച്ച് കഴിയുമ്പോൾ ഒരു 5 മിനിറ്റ് തീ കുറച്ചിടണം. ഈ പാലെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വെള്ളം, ഞാൻ അതിന് വെള്ളം അങ്ങനെ ഒഴിക്കത്തില്ല. വീട്ടിലെ ആൾക്കാരും വെള്ളം ഒഴിക്കാത്ത പാലായതുകൊണ്ട് വിശ്വസിച്ച് വാങ്ങിക്കാം. എന്നറിയാം, നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഒറ്റ പ്രാവശ്യം തിളച്ചിട്ട് അങ്ങ് ഓഫാക്കിയാൽ മതി. നമ്മൾ ഈ പാലൊക്കെ അടുപ്പിൽ വെക്കുമ്പോഴേ നമ്മൾ എത്ര നോക്കിയെന്ന് പറഞ്ഞാലും തിളയ്ക്കാൻ സമയമാകുമ്പോഴത്തേക്ക് എങ്ങനെയും തിളച്ച് തൂന്ന ഒരവസ്ഥ വരാറുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടോ? പിന്നെ ഞാൻ അതുകൊണ്ട് നോക്കിയിരുന്നു. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. തിളച്ചൊന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് മുകളിൽ വരെ തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കിതങ്ങ് ഓഫാക്കാം. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പാൽപ്പൊടിയും കൂടെ കലക്കി ഒഴിക്കാം ഈ പാലിൽ. നമ്മൾ ഒഴിക്കാൻ നേരത്ത് അതിട്ട് തിളപ്പിക്കുകയൊന്നും വേണ്ട, ഒന്ന് ജസ്റ്റ് ഈ പാൽ തന്നെ എടുത്തിട്ട് ആ പാൽപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് കലക്കി വെച്ചാൽ മതി. അങ്ങനെ നമുക്ക് കട്ടത്തൈര് കിട്ടും. അന്നേരം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് വിരൽ തൊട്ട് കഴിഞ്ഞാൽ ഒന്ന് സഹിക്കാവുന്ന ചൂട്, ആ ഒരു ഇതിലായിരിക്കണം കേട്ടോ. ഞാൻ എന്നും പാല് തിളപ്പിച്ച് വെക്കും. അന്നേരം ഒന്ന് ആറി കഴിയുമ്പോഴത്തേക്ക് അവിടുന്ന് പാൽപ്പാട അങ്ങ് എടുത്ത് ഒന്ന് വിരലിട്ട് നോക്കി കഴിഞ്ഞാൽ സഹിക്കാവുന്ന ചൂട്, ജസ്റ്റ് പൊടിക്കൊരു ചൂട്, അതായിരിക്കണം അളവ്. അന്നേരം ഞാൻ വേറെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും ഒഴിച്ച് വെക്കും. നല്ല കട്ടത്തിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചൂടോട് കൂടി ഒഴിക്കുക. പിന്നെ നമ്മുടെ വീട്ടിൽ പാൽ മേടിക്കുന്നതാണെങ്കിൽ ഒന്ന് തിളപ്പിച്ച് വെച്ചിട്ട് ചിലപ്പോൾ ഒരു സ്പൂണോ ഒരര സ്പൂണോ പാൽപ്പാടയെ കാണില്ല, അതൊന്ന് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എന്തുമായാലും നമുക്ക് വീട്ടിലാവശ്യത്തിനുള്ള നെയ്യ് എടുക്കാൻ പറ്റും. ഇത് കണ്ട് നന്നായിട്ട് നെയ്യുള്ള പാലാണ്. ഇത് ഒരാഴ്ചത്തേക്ക് ഇതിനി അത് നെയ്യ് അതിനകത്തുനിന്ന് എടുക്കണം. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, കണ്ട് നിങ്ങൾക്കത് മനസ്സിലാവും കേട്ടോ. എളുപ്പത്തിൽ നമുക്ക് പാൽപ്പാടയിൽ നിന്ന് നെയ്യ് എടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെക്കാം. അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്ക് നമുക്ക് നോക്കാം. അടച്ച് വയ്ക്കാം. രാവിലെ ആകുമ്പോഴത്തേക്ക് നമുക്ക് നല്ല കട്ട തൈര് കിട്ടും. ഇതാ നോക്ക്, നല്ല കട്ട തൈര് കണ്ടോ. അന്നേരം നിങ്ങൾ ഈ ടിപ്പൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കട്ട തൈര് കിട്ടും, നല്ല ഐസ്ക്രീം പോലെ. ഈ തൈരിൽ കണ്ടോ നന്നായിട്ട് നെയ്യുണ്ട്. ഇത് നമുക്ക് കലക്കി കഴിഞ്ഞാൽ ഇതിനകത്തൊന്നും നെയ്യ് കിട്ടും. പിന്നെ ഉരുക്കിയെടുത്താൽ മതി. അന്നേരം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തണം. പിന്നെ ഹൈപ്പുണ്ട്, ലൈക്ക് ചെയ്യുമ്പോൾ ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ ചെയ്യണേ. പിന്നെ നമ്മൾ തൈര് ഒഴിക്കുമ്പോൾ ശകലം കറിവേപ്പിലയോട് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലും ഉണ്ടാകും. കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല കട്ട തൈര് കിട്ടും. ഇതാണ്ട് തൈര് ഇഷ്ടമല്ലാത്ത ആരുമില്ലല്ലോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.